Q Developers, ഉപ്പും മുളകും. രാവിലെ നല്ല മഴയാണല്ലോ. ചേച്ചി ചേച്ചി എടി ലച്ചു വിളിക്കാൻ വിളിച്ചപ്പോ ആളെ വിളിച്ചു എണീക്കുന്നില്ലേ? എന്തിനാ? ഓ പറഞ്ഞാലും ശരിയാണല്ലോ, ചേച്ചിക്ക് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, അതുമല്ല പഠിക്കാനും പോകണ്ട. പരമാവധി നോക്കുന്നില്ലേ? ശരിയാക്കി തരാം. അയ്യോ നീ നേരെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്ലേ, ഞാൻ ഉണ്ടാക്കി തന്നേക്കാം. എടാ അണ്ണാ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നില്ലല്ലോ, പിന്നെന്താ എന്റെ കുഴപ്പം? ഉപദ്രവിക്കാൻ വരായിരുന്നാ ചേച്ചിക്ക് എന്നെ കൊള്ളാം. ഡി ശിവ ശിവ ഡി ശിവോഹം ഡി ഒന്ന് എണീക്കി. അപ്പൊ സ്കൂളിലൊന്നും പോണ്ടേ? പിന്നെ പോണ്ടേ. സമയം എത്രയാണെന്നറിയാവാ? എത്രേ നോക്കണം. സമയം 8 മണിയൊക്കെ കഴിഞ്ഞു കാണും. അയ്യോ ആണോ? എടി എടി അത് നിമ്മ നിന്നെ വരട്ടിയതാ, നമ്മളോട് ഓടിക്കാനുള്ള പ്ലാൻ. ഞാനെന്റെ ബുക്കല്ലേ ഇന്നലെ രാത്രി എടുത്ത് വെച്ച്. ആ യൂണിഫോം അയൺ ചെയ്യണം. സോക്സ് അവിടെ, യൂണിഫോമിന്റെ സോക്സ് ഇട്ടോണ്ട് പോയല്ലേ. കിടക്കണം. ആ സോക്സ് ഒക്കെ വല്ലപ്പോഴും കഴുകു. അയ്യോ കുളിക്കാത്ത നീ കഴുകാത്ത സോക്സിനെ പറ്റി പറയണ്ട കേട്ടാ. സോക്സ് കിട്ടാതെ പോട്ടെ. കിട്ടി. ഡി ശിവ നീ എണീക്കിടി. എണീക്കിനോടുന്നു എന്തുവാടാ, എണീച്ച് വാടി ഇങ്ങോട്ട്. നിനക്ക് നീ ഇന്നലെ രാത്രി എന്നോട് തന്നെയല്ലേ പറഞ്ഞ നിനക്ക് എന്തൊക്കെയോ ഹോംവർക്ക് ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ടത്, മറന്നുപോയാ? ഈശ്വരം അത് മറന്നുപോയി. അയ്യോ ഞാൻ പറയണ്ടായിരുന്നില്ല. എടി ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വരാൻ കേട്ടാ. എന്തിന്? എന്തിന്? എന്തോ നമ്മള് രാവിലെ ഇരുന്ന് എഴുതുന്നേ? കുറച്ച് ഹോംവർക്ക് അപ്പൂപ്പാ. എന്നത്തേക്കുള്ളതാ? ഇന്നത്തേക്കുള്ള തന്നെയാ. ആഹാ, ഇതല്ല രാത്രി നിനക്ക് സമയം കിട്ടിയില്ല എഴുതാൻ? കുറച്ചുണ്ടില്ലേ അതാ. അത് ശരി. ആഹാ, രാവിലെ കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരിക്കുവാന്നോ? നമുക്ക് വീട്ടിലൊന്നും പോവണ്ടേ? രാവിലെ എണീറ്റ് വന്നാൽ ഉടനെ പോകണ്ടേന്ന് എന്തോ നടിയത്. ഇന്നലെ നിനക്ക് പോകണ്ടായിരുന്നോ? രാവിലെ അവിടെ നിറവങ്ങ് മാറി. അപ്പൂപ്പാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? അയ്യോ എന്റെ മോക്ക് അറിയാൻ വയ്യായോ? മറന്നുപോയി അപ്പൂപ്പാ. ഓന്ത്. ഓന്ത്. അവള് നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ച അഹങ്കാരി. നീ അങ്ങ് വന്നേക്കോട്ടോ. എന്റെ മോള് വേഗം എഴുത്. ശിവ അമ്മ എന്ത് ചെയ്യാണ്? കുറച്ച് ഹോംവർക്കാ. ഇന്നലെ ചെയ്യാൻ സമയം ഉണ്ടായില്ലേ നിനക്ക്? ഇന്നലെ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. എന്തോ നടി, അവക്ക് സമയം കിട്ടാഞ്ഞില്ലയോ? അമ്മ 10 മിനിറ്റിന്റെ കേസുള്ളൂ, 10 മിനിറ്റ് കുറച്ചുള്ളൂ. കൊണ്ട ബാഗിൽ വെക്കടി ബുക്ക്. അമ്മ ബാഗിൽ കൊണ്ട് ബുക്ക് വെച്ചിട്ട് പെട്ടെന്ന് റെഡി ഇറങ്ങാൻ നോക്ക്. അമ്മ വർക്ക് ചെയ്ത ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ മിസ് എന്നെ വഴക്ക് പറയും. വഴക്ക് മാത്രം പറയോളാ, അല്ല അടിയൊക്കെ ഉണ്ടെങ്കിൽ ത്രില്ലുള്ളൂ. കൊണ്ടേക്ക് ശിവ. അമ്മേ അമ്മേ ഡി ശിവ ഡി ഡി എന്താ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? അവിടെ നിന്ന് തന്നെ അമ്മ പിടിക്കും, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇതിപ്പോഴെങ്ങാനും കഴിയൂ? ഇപ്പൊ കഴിയും. എന്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ച് ഇപ്പൊ കഴിയില്ല. എനിക്ക് തോന്നുന്നില്ല. ഓ തോന്നണ്ട. അമ്മൂമ്മ എന്താടാ? അമ്മൂമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ? ഇങ്ങോട്ട് വാ. എന്താടാ? അമ്മൂമ്മ ഇപ്പൊ എങ്ങോട്ട് പോയിരുന്നു? ഞാനും അടുക്കളയിലേക്ക്. അടുക്കളയിൽ പോയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അടുക്കളയിൽ പോയിട്ട്? എനിക്ക് അത്യാവശ്യമുണ്ട്. നിനക്ക് എന്താ ഇപ്പൊ കാര്യം? ചായ വല്ലതും വേണോ? അല്ല അത്യാവശ്യം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്റെ യൂണിഫോം ഒന്ന് തേച്ച് തരുമോ? ഇത് ഞാൻ തേച്ചാ ശരിയാവൂടാ? അത്ര ഭംഗിക്കൊന്നും വേണം, നീ ചുളുവല്ലാതൊന്നും മാറിയാൽ മതി. നോക്കട്ടെ. ഇതാ മോനെ, ഇതിന്റെ പുറത്ത് എന്തെങ്കിലും വിരിക്കണ്ടേടാ? വിരിക്കണം. അത് എടുത്തോണ്ട് പോവാ, വിരിക്കാനുള്ള എടുത്തോണ്ട് പോവാ. അമ്മൂമ്മ ഇതുപോലെ. ആ മതി മതി മതി. ഇത് പിടിച്ചേ മക്കളെ, ഇത് പിടിച്ചേ. ഞാനിതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനേ ഈ കറണ്ടിന്റെ പെട്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ ചിരട്ട കത്തിച്ചുള്ള തേപ്പ് പെട്ടിയില്ലേ, അത്രേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തോ സൂക്ഷിച്ചൊക്കെ തേക്ക് കേട്ടാ. നമ്മുടെ അച്ഛൻ നന്നാക്കിയ അയൺ ബോക്സ് ആണ്. അയ്യോ ഷോക്ക് അടിക്കോടാ. രാവിലെ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ നീ? എന്നല്ല അമ്മ.
നോക്കട്ടെ. ഞാനേ ആ. ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം ഓ കേട്ടോ. ശരി 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 ശരി. ഇതും കൂടെ തേച്ചത്. ഓ തേച്ചേക്കാവിടാ. ഓക്കെ അമ്മ. ഇതൊന്നും തുറക്കാത്ത ശിവ, എന്താടാ നീ അതിനകത്ത് കയറി പോയാ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ശരി, എന്തോന്നേ ഇത് 8ന്റെ പണിയല്ല നീ എനിക്ക് തന്നെ. നീ ഇതിനകത്ത് എപ്പ ചാടി കയറി? നീ ഇറങ്ങി ഇങ്ങോട്ട് വാടി. ഇതാരാ കഴുകിയത്? എനിക്ക് കോളർ മൊത്തം ചെളി പിടിച്ചിരിക്കുക. അമ്മ തന്നെ കഴിയത്. അമ്മ കഴുകി. കഴിയതും ശരിയല്ല, നീ ഇസ്തിരി ഇടുന്നതും ശരിയല്ല. ഓ ഇത് പറമ്പ് കളയ്ക്കുന്ന പോലെയൊന്നും അല്ല ഇസ്തിരി ഇടുന്നത്. നിങ്ങൾ പോ മനുഷ്യ. ഇങ്ങോട്ട് മാറ്. ഇതൊക്കെ തേക്കുന്നതിന് വശം വേണം. മാറിങ്ങോട്ട്. ഓ എന്നാ നിങ്ങൾ ചെയ്യാം, ഞാൻ അടുക്കളയിലേക്ക് ചെയ്യാം. ഓ കുത്തിയിട്ടിരിക്കുകയാണേ അത്. ഡീ നീ ഇറങ്ങടി. അപ്പൂപ്പ ഓ അപ്പൂപ്പ അത്ര വെടിപ്പാട്ടൊന്നും ചെയ്യണ്ട. ഒന്ന് ഒരു ഒതുക്കത്തിനൊക്കെ ചെയ്തു പോയാൽ മതി. മോനെ, നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി സമയം മെനക്കെടുത്തുമ്പോ അതിന് ഫലം ഉണ്ടാവണം. മനസ്സിലായോ? ആ ഇതെന്തോന്ന് അപ്പൂപ്പനെ കൊണ്ടാണോ ഇസ്തിരി ഇടിക്കണേ? എന്താടി അപ്പൂപ്പന് ഇസ്തിരി ഇട്ടാ ശരിയാവത്തില്ലേ? ശരിയാവാ. പിന്നെന്താ? ശിവ എന്താടാ? ശിവ ബാത്റൂമിനകത്ത് കയറിയിരിക്കുന്നു. റെഡി ആവും പെട്ടെന്ന്. അമ്മ ശിവയുടെ ഹോംവർക്ക് ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല കേട്ടാ. അത് കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോ എഴുതി കൊടുത്തോളാം. ഇതാടാ അപ്പുറത്തേക്കും പോകാൻ വയ്യ നിനക്ക്? പോവാം. എടി ശിവ. ഓ സ്വസ്ഥമായിട്ടിരിക്കാനും സമ്മതിക്കത്തില്ലേ? ശിവ അവളവിടെ ഇരിക്കട്ടെ. കുഴപ്പമില്ല, അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. നീ അപ്പുറത്ത് പോ, ചെല്ല്. അവിടെ ഇല്ലേ? പോവാം. അവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല ഇല്ലേ? എല്ലാരും കൂടെ ഒന്നിച്ച് കയറാൻ നോക്കും അല്ലേ? അത് തന്നെ. ഹലോ ആന്റി. അലീന നീയായിരുന്നോ? നീ എന്താ ഇന്നലെ സ്കൂളിൽ വരാഞ്ഞേ? ഓക്കെ. പനിയായിരുന്നോ? ഇന്ന് വരുമോ? ഇന്നും വരത്തില്ലേ? അപ്പോൾ പിന്നെ ശരി ശരി കിടന്നോ. റെസ്റ്റ് എടുത്തോ. ശരി. ഒന്നുമില്ല. തേക്കാവള പനി. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് വേണ്ട ചെയ്യാൻ. കേശു ദോശ ഇട്ടെ? വേണ്ട ചേച്ചി. ആ ദോശ എനിക്കിട്ടോ. നിനക്കെന്താടാ വേണ്ടാത്തെ? നിന്റെ ടാർഗറ്റ് എത്തിയിട്ടില്ലല്ലോ. എന്താ അറിയത്തില്ല ചേച്ചി, പയറ് വല്ലാതെ ഇടണം. പിണങ്ങി തുടങ്ങിയാ? എങ്ങനെ പണങ്ങാതിരിക്കും? വയർ ഫുൾ ഓവർലോഡല്ലേ. അകത്തെ മെഷീൻസ് ഒക്കെ കേടായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നണേ. ഉണ്ടായി ഇടുന്നു, ചുമ്മാ പേടിപ്പിക്കാതെ. എടാ ഒന്ന് വേഗം കഴിക്കടാ. കഴിക്ക് പെട്ടെന്ന്. അമ്മ ഈ ദഹിക്കാണല്ലോ മരുന്നോ ഗുളിക വല്ലതും ഉണ്ടോ? എന്തിന്? ഇല്ല, വയറ് ഒരുമാതിരി ഉരുണ്ട് കയറി വരുന്നു. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. കഴിക്കിപ്പോ. ഇവ ലീവ് എടുക്കാൻ പറ്റൂല. ലീവ് എടുത്ത് തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിയടാ കേശു, എനിക്കും പറ്റില്ല പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ. എന്തിടി ഞാൻ ലീവ് എടുക്കുന്നതിന്റെ കൂടെ നീയും കൂടെ ലീവ് എടുക്കണേ? ചുമ്മാ. അയ്യോ എടി വയറ് വേദന എടുക്കണേടി. മക്കളെ രണ്ടാൾക്കും കൂടി ഓരോ ദോശ കൂടി എടുക്കട്ടെ? വേണ്ട അമ്മൂമ്മ, വയറ് പണി തുടങ്ങി. ആണോ? സത്യം. പെട്ടെന്ന് കഴിക്ക്, പെട്ടെന്ന് റെഡിയാവും. 9 മണിയായി. അമ്മ കഴിക്കാൻ പറ്റുന്നില്ലെന്നേ. എന്നാ കഴിക്കണ്ട, വയറിന് വയ്യാത്തല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എന്റെ വയറ് ഫുള്ളായില്ല. കഴിക്കണ്ടെന്ന് എണീറ്റ് പോ, പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. അമ്മൂമ്മ എന്താടാ? അമ്മൂമ്മ എനിക്ക് കൈ കഴുകട്ടെ. നീ കഴിച്ചില്ലല്ലോ. മതിയില്ല, 2 ദോശ കഴിച്ചില്ലേ? അറിയാതെ എന്താ പ്രശ്നം? അമ്മൂമ്മ ഞാൻ വേറെ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ വയറുവേദന വന്നാ ഉണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു പണ്ട് എനിക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷം ജൂലൈ മാസം ലാസ്റ്റ് ഇതുപോലെ തലേ ദിവസം ഞങ്ങൾ ചക്ക കഴിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ കുളിച്ചോണ്ട് റെഡി അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിന് മുമ്പ് നീ കൂടുതൽ വിസ്തരിക്കണ്ട. നീ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, പോയി കൈ കഴുകുക. എന്നിട്ട് ബാഗ് എടുത്ത് സ്കൂളിൽ പോകാൻ നോക്ക്. അതല്ലേ പറഞ്ഞ കൂടുതൽ വിസ്തരിക്കണ്ടെന്ന്. കൈ കഴുകിയിട്ട് ബാഗ് എടുത്ത് സ്കൂളിൽ പോകാൻ നോക്ക്. എന്നോട്ടെ അമ്മുമ്മേ, ഇവന്റെ വയറിന്റെ അടക്കത്തിന്റെ ഒക്കെ കഥ പറയാനല്ലേ കൊറേ ഉണ്ട് പറയാൻ, അല്ലടാ? അങ്ങനെയാണെങ്കിലേ ചേച്ചി എന്റെ ഒരു 2-3 ചേച്ചിക്ക് അറിയാവുന്ന കഥകളൊന്നും പറഞ്ഞു കൊടുക്കും എന്റെ വയറിളക്കത്തിന്റെ. നിന്റെ വയറിന്റെ പ്രശ്നമല്ലേ? എനിക്കതൊന്നും കേൾക്കണ്ട. എനിക്ക് അടുക്കളയിലെ വേറെ ജോലിയുണ്ട്. ഇത് കൊച്ചാ ആ കറിയൊക്കെ എടുത്തോണ്ട് വരണേ. പേനെടുക്കണയ്യോ. ടോയ്ലറ്റിൽ പോടാ.
ചേച്ചി വേനെടുക്കണേ ചേച്ചി. അതാ പറഞ്ഞ ടോയ്ലറ്റിൽ പോവാൻ. എടി ശിവ വേനെടുക്കണേ. അതല്ലടാ ചേച്ചി പറഞ്ഞ ടോയ്ലറ്റിൽ പോവാൻ. പോടി ഇവിടുന്ന്. കേശുവാ കേശുവേ ഡാ എന്തടി ഇവിടെ വാ. എന്ത് എന്താ നിന്റെ മുഖത്തൊരു വെള്ളായ്മ? എടി വയറ് പ്രശ്നമാടി. ഇവിടെ ഗുളികയില്ലാതായി പോയാൽ അതേ പ്രശ്നമായ. എടി ഗുളിക ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. വേറെ ഒന്നും കുറയൂല. കേശു നീ ഇത്ര എടുത്തേക്ക്. എടി ഇരിക്കുമ്പോ ഒരു ആശ്വാസം ഉണ്ടെന്ന്. ഇവനെ ഇരിക്കും. വാ പോവാം. ലച്ചു അമ്മൂമ്മയെ സഹായിച്ചു കൊടുക്കണേ. പോയി കിടന്ന് ഉറങ്ങരുതേ. അത് അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അമ്മയും നല്ല കോമ്പിനേഷനാ. ഇരുന്നേ പുട്ടും കടലല്ലേ കോമ്പിനേഷൻ. പോടി അവിടുന്ന് വാ. പോവാ. വാ അമ്മ നേരത്തെ വന്നോട്ടെ. ആ ഓഫീസിൽ ചെന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോ തിരിച്ചു പോരാ. അമ്മ വേനെടുക്കണം അമ്മ. പറ്റില്ല വേനെടുക്കണ്. ആ പറ്റിയ സമയം തന്നെ. അമ്മ ഒരു ഓട്ടോ വിളിക്കും. നമുക്ക് ഓട്ടോ കയറി പോവാം. ഓട്ടോ ഇവിടെ നിന്ന് വല്ലപ്പോഴേ വരുവുള്ളന്നേ. ജംഗ്ഷനിൽ പോണെങ്കിൽ ഓട്ടോ വിളിക്കണമെങ്കിൽ. എടാ ഒന്ന് എണീക്ക് പ്ലീസ്. വാ എണീക്കാം. അമ്മ ഇനിയിപ്പോ പോണോയ്ക്ക് വല്ല സംഭവിക്കുവോ? അത്രയ്ക്ക് പ്രശ്നമാണോ? അത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. കുത്തുന്ന വേറിട്ട്. അപ്പോൾ വയ്യാങ്കി ഇന്ന് സ്കൂളിൽ പോകണ്ട മക്കളെ. ദേ അവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അതിന്റെ വയറിന്റെ പ്രശ്നത്തെ പറ്റി. കണ്ടോ കൊച്ചിന്റെ മുഖം ഒക്കെ വാടിയിരിക്കുന്നുണ്ടില്ലേ? ഡാ നിനത്തെ എപ്പോഴും പറഞ്ഞിട്ടില്ലേ കണിക്കണ്ടൊക്കെ വാരി വലിച്ച് തിന്നരുതെന്ന്. പറഞ്ഞാൽ കേൾക്കൂലല്ല. നീ ഇപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങളൊരു കാര്യം ചെയ്യ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ആശുപത്രി കാണിക്കൂ കൊച്ചിനെ. അപ്പൊ പിന്നെ എനിക്ക് ഓഫീസിൽ പോകണ്ടേ? എത്താൻ വൈകി ഇവര് ക്ലാസ്സിലെത്താനും വൈകും. അത് ശരിയാണല്ലോ. ഇപ്പൊ എന്താ കേശു, ചെയ്യാ? ഒരു കാര്യം ചെയ്യുന്നു പോകണ്ടെന്ന് വെക്കുന്ന. അയ്യോ അമ്മ അത് പറ്റില്ല. എനിക്ക് കുറെ പോർഷൻസ് ഒക്കെ എഴുതിയെടുക്കണ്ട. കുഴപ്പമില്ല നമുക്ക് പോകാം. ആ എന്താ മോളെ? അവന് വയറിന് തീരെ സുഖമില്ല. എന്നാലും അവന് സ്കൂളിൽ പോകണമെന്ന്. ആ വൈകി പോകുന്നു വേണ്ട. ഇനി സ്കൂളിൽ ചെന്നിട്ട് വയറുവേദന കൂടി പിന്നെ അതുമായി വേണ്ട വേണ്ട പോകണ്ട. ശരിയാടാ യേശു, ഇന്നൊരു ദിവസത്തേക്ക് നീ ലീവ് എടുക്കുക. വേണമെങ്കിൽ നിന്റെ സന്തോഷത്തിന് ഞാൻ ലീവ് എടുക്കാം. എന്താ നീ പറഞ്ഞപ്പോ? അല്ല വേണമെങ്കിൽ നിന്റെ ലീവ് എടുക്കാം. വേണ്ട ഏട്ടാ നീ സ്കൂളിൽ പോയിക്കോ. കുഴപ്പമില്ലടാ. എടി വെറുതെ ഒരു ദിവസം സ്കൂൾ കളയണ്ട. നീ പോയിക്കോ. അമ്മ ഇവിടെ വിളിച്ചോണ്ട് പോയേ. എന്താ മെറ്റ് ചെയ്യാ? മോളെ നീ പോ. ഭവാനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞവർ കൊടുക്കുക. അത് കൊടുത്ത് അവൻ കുടിക്കുവോ? അതൊക്കെ കുടിച്ചോളൂ. വേനെടുക്കണം. നീ ബാത്റൂമിൽ പോയായിരുന്നോ? ബാത്റൂമിൽ പോയായിരുന്നോ? ഇല്ല പോയില്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ ഓഫീസിൽ പോ. അവൻ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ ഞാനും അച്ഛനും കൂടെ കൊണ്ടോ ആശുപത്രിയിൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യണേ. ആ പറയാം. വാ വാ ഇങ്ങോട്ട്. ലീവ് എടുക്കാണ്ട് കുഴപ്പമില്ല. നീ പോടി നീ. എടാ വെളുത്തുള്ളി ഇഞ്ചി കഴിക്കണേ. കഴിച്ചോളാം അമ്മ. അതൊക്കെ അവനെ കൊണ്ട് കഴിപ്പിച്ചോളാം. വാടാ തീരെ വയ്യ. താങ്ങിച്ച് എന്തോന്നത് ബാഗൂര്. ഈ ബാഗൊക്കെ ഇങ്ങെടുക്ക്. സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വിശ്വസിക്കില്ലല്ലേ? അച്ഛന്റെ സ്വഭാവം അല്ലേ? അടവ് കുറെ പഠിച്ചിട്ടുണ്ടല്ലോ. കേശു വേദന പറഞ്ഞോ? അമ്മൂമ്മയുടെ നാട്ടുവെള്ളം പലിച്ചെന്ന് തോന്നുന്നു കേട്ടാ. വേന കുറവുണ്ട്. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒറ്റ വലിക്കാൻ കുടിച്ചോ? എനിക്കൊന്നും വേണ്ട. കുടിക്കടാ. എനിക്ക് കുടിക്കാൻ വേണ്ട. കുടിക്കുന്നില്ലേ അവന്? മക്കളെ ഇത് കുടിക്ക്. നല്ലതാ ഉപ്പിട്ട കഞ്ഞിവെള്ളം വയറിന്റെ അസുഖത്തിന്. എനിക്കെന്തിനാ അമ്മൂമ്മ ഇത്? നിനക്ക് വയറിന് അസുഖമില്ലേ? ഉണ്ട്. പക്ഷെ മാറിയോ? ശരിക്കും മാറിയോ? എന്നാ വേഗം റെഡിയാ സ്കൂളിൽ പോവാൻ. ടീച്ചറിനോട് പറഞ്ഞാൽ മതി വയറിന് അസുഖം ആയതുകൊണ്ടാ വരാൻ താമസിച്ചെന്ന്. എന്റെ അമ്മൂമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ക്ലാസ് കേട്ടില്ല. എന്താ കേട്ടില്ല? എന്നാ ഒരു കാര്യം ചെയ്യാം. അപ്പൂപ്പനെയും കൂട്ടി വിടാം. മക്കൾ റെഡിയാവും. വേഗം നട്ടെ. അമ്മൂമ്മ അത്രയൊന്നും കുറഞ്ഞിട്ടില്ല. ഞാൻ തൽക്കാലത്തിന് പറഞ്ഞതേ ഉള്ളൂ. കുറഞ്ഞിട്ടില്ലല്ലേ? എന്നാ ഇതങ്ങ് കുടിക്കേ. എളുപ്പം കുടിക്കേ. കുടിക്കാനാ? ഉച്ചക്കേ ചോറൊന്നും കഴിക്കണ്ട. കഞ്ഞി കഴിച്ചാൽ മതി കേട്ടോ. അതാ വയറിന് നല്ലത്. മക്കള് റെസ്റ്റ് എടുത്തോ. കിടന്നോ. കിടന്നോളാം. ആ മക്കളെ അവന്റെ അടുത്ത് ഇരുന്നോണേ. ചേച്ചി എന്താടാ ചിരിക്കണേ? ചേച്ചി ഞാനേ ഒരു കാര്യം പറഞ്ഞ ചേച്ചി അടുത്തും പറയരുത്. പറയൂ. എന്ത് കാര്യം? ഇപ്പം പറയില്ലെന്ന് സത്യം ചെയ്യ്. നീ ആദ്യം കാര്യം പറ. സത്യം ചെയ്യ്. ആ സത്യം പറ. ചേച്ചി എന്റെ കൂടെ നിൽക്കണം. ഒരിക്കലുമില്ല മോനെ. കാരണം നീ ചതിയനാ. ചേച്ചി അതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. പിന്നെ ഇപ്പം നമ്മൾ തമ്മിൽ വലിയ ശത്രുക്കളൊന്നും അല്ലല്ലോ. ഇപ്പോഴും ശത്രുക്കളല്ല. പിന്നെ നമ്മുടെ ശിവ ഇടക്കേറി നമ്മൾ തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ. അത് വിട്ടേക്ക്. കഥ പറച്ചിലൊക്കെ കഴിഞ്ഞല്ലോ. നീ കാര്യത്തിലോട് കിടക്ക്. എന്താ പ്രശ്നം?
ചേച്ചി ഇപ്പം എൻ്റെ കൂടെ നിന്നാ ഞാൻ ചേച്ചിയോട് എൻ്റെ ജീവിതം ഫുള്ള് കടപ്പെട്ടവനായി. എന്നെ കൊലയ്ക്ക് കൊടുക്കണ വല്ല പ്ലാനും ആണോ? പോയിച്ച് ഇവിടുന്ന് അങ്ങനൊന്നും അല്ല. ഞാനേ ഇന്ന് മനഃപൂർവ്വം ലീവ് എടുത്തിയ സ്കൂളിൽ. അപ്പൊ നീ വയറുവേദന അഭിനയിച്ച? എന്റെ പൊന്നു മോനെ, അമ്മ അറിഞ്ഞ കൊല്ലും നിന്നെ. എൻ്റെ ചേച്ചി അമ്മ അറിയത്തില്ലല്ലോ. അല്ല, നീ ഇപ്പൊ ലീവ് എടുത്ത എന്തിനാ? ഓ, അത് വേണ്ടി വന്നു. കാര്യം പറ. ചേച്ചി, നമ്മുടെ അലീന ഫ്രാൻസിസ് ഇല്ലേ, അവക്ക് അവൾക്ക് വയ്യ. അവളെ നമ്മൾ കാണാൻ പോണ്ടേ? അവൾ ഇന്നലെ വന്നില്ല. അവളെ കാണാൻ പോണ്ടേ? അതല്ലേ എൻ്റെ ശരി. കള്ള. അതുമല്ല, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. കാണാൻ പോലും എനിക്ക് വിഷമാവും. ചേച്ചി പ്ലീസ്, ചേച്ചിൻ്റെ കൂടെ വരൂ. കൂടെ വരുമൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കെന്ത് പ്രയോജനം? പ്രയോജനവും ചേച്ചി വരുമ്പോ അവളെ കൂടെ കാണാമല്ലോ. ആ നരുത് പെണ്ണിനെ കണ്ട് എനിക്കെന്ത് കിട്ടാനാ? എനിക്ക് കിട്ടണ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാ പറ. ബെനിഫിറ്റാ? ചേച്ചി ഇന്നത്തെ ചില ഫുഡ് ഞാൻ നോക്കോളാം. വരുമ്പം പോക്കും ഓട്ടോയില്. ഓട്ടോയിൽ പോവാം. ഐസ്ക്രീം. ഐസ്ക്രീമാ? മതി. ഷവർമ പ്ലേറ്റ്. പോലെ ഷവർമ പ്ലേറ്റ്. ഓക്കെ. പിന്നെ മതി. ബാക്കിയുള്ളത് ചേച്ചി പറയുകയേ വേണ്ട. ഇത്രയും ഞാൻ മേടിച്ചു തന്നിരിക്കും. ഇത്രയും കൂടെ തൃപ്തിപ്പെട്ടോണം. നോക്കാം. ഓക്കെ. കാശുണ്ടോ കയ്യില്? അതൊക്കെ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചോളാം ചേച്ചി. അതോ എന്റെ പേഴ്സിൽ തന്നെ പോവോ? ഒന്ന് പോയിച്ചെവിടുന്ന്. പിന്നെ എൻ്റെ പ്ലാനൊക്കെ നടക്കണമെങ്കിലേ ശിവ ഇവിടെ ഇല്ലായിരിക്കണം. ഇപ്പം അവൾ ഇവിടെ ഇല്ലല്ലോ. അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ആരും കാണാതെ വേഗം പോയിട്ട് വരണം. ചേച്ചീൻ്റെ കൂടെ വരണം. കൂടെ വരാം, എന്ത് പ്രശ്നം. വാ ചേച്ചി പോയി ഒരുങ്ങ് പോ. ഒരുങ്ങ്. അപ്പൂപ്പാ, ഞങ്ങളേ ഒന്ന് പുറത്തു വിട്ടോട്ടാ. എവിടെ പോകുന്നു? നിനക്ക് വയ്യാതിരിക്കില്ലേ? വയ്യാത്തതാണ്. കുഴപ്പമില്ല, വയ്യായൊക്കെ മാറി. എന്നാലും എവിടെ പോകുന്നു പറ. ചേച്ചിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന്. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പോകണം. നിനക്കെന്താടി ഒറ്റയ്ക്ക് പോയാല്? അല്ല, കൂടെ ഇവനുള്ളപ്പോ ഒറ്റയ്ക്ക് ഒഴിവാക്കാലോ. അതുമല്ലാതെ പോകുമ്പോഴേ എനിക്ക് ഗുളികയും കൂടെ മേടിക്കാമല്ലോ. ശരി, എന്നാ പോയിട്ട് വാ. നിങ്ങളുടെ അമ്മൂമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോകും. ശരി ചേച്ചി പറ. അപ്പൂപ്പാ, ഞങ്ങളേ പിന്നെ പോണ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടെ കയറും കേട്ടാ. അവൾക്കും വയ്യാതെയാ. പോകുന്നോ കൊള്ളാം. നിനക്ക് വയ്യാത്താണെന്ന് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മ വേണം. ഈ പിള്ളേർക്ക് എവിടെ പോണോന്ന്? അവർക്ക് എന്തോ സാധനം വാങ്ങിക്കാനുണ്ടെന്ന്. അമ്മയോട് വിളിച്ചു പറയണ്ടേ? അതിനെ വിളിച്ച് പറഞ്ഞോളാം. മറക്കാതെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്ക വരും വഴക്കിന്. അപ്പൂപ്പാ, എന്താടാ? ഞങ്ങൾക്ക് ഒരു 200 രൂപ തരൂ. 200 രൂപയോ? എന്തിനാ? എൻ്റെ അപ്പൂപ്പ ഈ കാലത്ത് പുറത്തിറങ്ങാൻ തന്നെ വേണം 100 രൂപ. പിന്നെ ഓട്ടോ ചെലവ്. പിന്നെ അത് ശരി. നീ പോയി അപ്പൊ പേഴ്സ് കിട്ടുന്നല്ലോ. ഓക്കെ അപ്പൂപ്പ. പോകുന്നൊക്കെ കൊള്ളാം. സമയത്തിനും കാലത്തും വീട്ടിലെത്തിയാക്കണം കേട്ടോ. നേരത്തെ എത്തും അമ്മൂമ്മ. ഒന്നാമത് അവന് വയ്യാത്തതല്ലേ. ഈ 200 രൂപ എന്തിനാ അടി വെച്ചേ? എനിക്കറിയാൻ പാടില്ല. അവൻ എന്തൊക്കെയോ അല്ലാതെ ചില്ലറ സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിയായിരിക്കും. വയറിന് സുഖമില്ലാത്ത കൊച്ചാ. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്തേക്കരുത്. അപ്പൂപ്പ, ഓ എന്നാ പിടിച്ചോ. പിന്നെ അമ്മൂമ്മ ഒരു 100 രൂപ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അന്നാ പുറത്ത് തന്നെ. നമ്മൾ കുഴപ്പമില്ല. അപ്പൂപ്പ 200 രൂപ തരുന്നുണ്ടല്ലോ. 100 രൂപ അമ്മൂമ്മയുടെ, 100 രൂപ അപ്പൂപ്പൻ്റെ. പിന്നെ എന്തൊക്കെയാ പറയുന്നേ? സമയം കളയാതെ വേഗം പോയിട്ട്. അപ്പൂപ്പ, പിന്നെ ഞങ്ങള് വിളിച്ച് പറഞ്ഞോളാം മറ്റേ കാര്യം. അതായത് ഞങ്ങളിപ്പോ പുറത്തു പോണ കാര്യം അമ്മയെടുത്ത് വിളിച്ച് പറഞ്ഞോളാം. ഈ പൈസ മേടിച്ച കാര്യം പറയണ്ട കേട്ടാ. നിങ്ങൾ വിളിച്ച് പറയണ്ട. ഓ, ഞാൻ പറയുന്നില്ല. അല്ലടാ, ഇതെല്ലാം നിന്റെ അമ്മൂമ്മ ഇവിടെ കേട്ടോണ്ടിരിക്കല്ലേ. അവളറിഞ്ഞാ ലോകം അറിഞ്ഞ മാതിരിയല്ലേ. പിന്നെ എനിക്ക് വാർത്ത വായനയല്ലേ തൊഴില്. അപ്പൊ പിന്നെ അപ്പൂപ്പ ഞങ്ങൾ പോട്ടാ. പറയല്ലേ കേട്ടാ. പോയിട്ട് വരാം. പോടാ ഇറക്കാം. ഞങ്ങൾ കറങ്ങി നടക്കാൻ എളുപ്പം വന്നേക്കണം. വരാന്ന്. ഞങ്ങൾ 1 മണിക്കൂറിനകം വരും. കൂടിപ്പോയാൽ 1.5 മണിക്കൂർ. ഓക്കെ, പോടാ. പറഞ്ഞാ പറയുന്ന സമയത്തെങ്കിൽ എത്തിയാ മതി. പിന്നെ ഓ ശരി നടക്കട്ടെ. 200 തികയോ? 80 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. അതെ, ഈ പിള്ളേര് ചോദിക്കും നിങ്ങൾ എന്തിനാ പൈസ പറക്കി കൊടുക്കുന്നത്? പിള്ളേർക്ക് ആവശ്യമുണ്ട്. നിനക്ക് മാത്രമേ ഉള്ളൂ ആവശ്യം. അതല്ല, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്ക വരും വഴക്കിന്. എന്തോ നീ പൊടി. ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. എൻ്റെ ലാപ്പടെ 250 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് വെണ്ണല വരെ പോകാൻ എത്ര ഓട്ടോ കൊല്ലി? 60 രൂപ മതിയോ? അത്രയേ ഉള്ളൂ. പിന്നെ അവളുടെ വീട്ടിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നമുക്കിവിടെ നിൽക്കണം. ഓക്കെ. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയാം, നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് അറിയാതെ പറഞ്ഞു പോയി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറുന്നുണ്ടെന്ന്. നീ അച്ഛനെ പോലെ തന്നെയാണല്ലോ. അതിബുദ്ധി കാണിക്കുകയും ചെയ്യും, എന്നിട്ട് അതിനൊപ്പം തന്നെ മണ്ടത്തരവും കാണിക്കും. വായിച്ച് നമുക്ക് പെട്ടെന്ന് പോകാം. ഇതേടാ അമ്മയും ശിവയും. എന്താ അമ്മേ? ഓ
ഇവക്ക് തലവേദനയെന്നും പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ ലീവ് എടുത്തിട്ട് ഇവിടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു. എവിടെ പോണു രണ്ടും കൂടെ? എവിടെ പോണു? ഞങ്ങൾ ചുമ്മാ പുറത്തോട്ടിറങ്ങിയത്. എന്താടി മോളെ, നീ എന്താ നേരത്തെ വന്നേ? ഇവക്ക് തലവേദന അമ്മേ, വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ആശുപത്രി പോയില്ലേ? ഓ, ആശുപത്രിയിലൊന്നും പോകണ്ട, ഇവിടെ വന്ന് കിടന്ന അവളുടെ തലവേദന മാറുമെന്ന്. പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. ആ ബാ, ഇവന്റെ അസുഖം കുറവുണ്ട് കേട്ടോ. കുറവുണ്ടോ? നിങ്ങള് ജംഗ്ഷനിൽ നിങ്ങൾ പോണോന്ന് പറഞ്ഞിട്ട് എന്താ പോകുന്നില്ലേ? അത് ഇപ്പൊ ഇനി പോണില്ലെന്ന്. അതെന്താ? അല്ല, എവിടെ പോണു? ജംഗ്ഷനിൽ പോണെന്ന് പറഞ്ഞ അവർക്ക് എന്തോ വാങ്ങിക്കണോന്ന്. എന്തുവാ കനടാ? അത് ഇവന് കുറച്ച് ഗുളികയൊക്കെ മേടിക്കണം. ഞാൻ അമ്മേനെ വിളിച്ചു പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആ, ഗുളികയാണ്. ഗുളിക ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വാ, അകത്തേക്ക് വാ. വാ കേശു. എടാ മോനെ, നിന്റെ സ്കൂളിൽ ഏതോ കുട്ടിക്ക് അസുഖമായിട്ട് കിടക്കുക, അവിടെ പോകുന്നില്ല നീ പറഞ്ഞേ? അല്ല, അത് ജിത്തു. അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, അല്ല കുഴപ്പമൊന്നുമില്ലടാ മാറിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എങ്ങും പോകണ്ടേ. ഞാൻ വരാം വാ അമ്മ. വാ മോളെ. സാരടാ, കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ നിന്റെ അസുഖമായിട്ട് കിടക്കുന്ന ജിത്തുല്ലേ, അവന്റെ വീട്ടിൽ പോവാടാ. ഒരു പോടി, അവനൊന്നും ഒരു കുഴപ്പമില്ല. നീ വാ, നേരൊക്കെ വയ്യല്ലോ. വാ, അടുത്ത് പോയി കിടക്കാം. ഇവിടെ വാ. ഇങ്ങോട്ട് പോണു. നീ ഇങ്ങോട്ട് പോണു. എന്ത്? എടാ മോനെ, നിന്റെ കള്ളത്തിലൊന്നും എൻ്റെ അടുത്ത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. രാവിലത്തെ നിന്നെ അഭിനയം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. പിന്നെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അവളും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അവിടെ സ്കൂളിൽ കുറച്ച് അഭിനയം കഴിച്ചു വെച്ചു. ഒന്നുമില്ല, ഒന്നുമില്ല. പോണ്ടേ? സാറില്ല, പോട്ടെ. അതിനിപ്പോ കേറിപ്പോടാ, ഇത് സാറില്ല മോനെ, ആരും കണ്ടില്ല. ബാ പോരെ. ഓണം പോലെ അവന്റെ ജിത്തു.